ആലപ്പുഴയിലെ മുഹമ്മയിൽ ഒരു ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പ്രതിമാസ പരിപാടി നടക്കുന്ന ദിവസം വേദിയിൽ തിരുവനന്തപുരം സൂപ്പർ മിമിക്സിൻ്റെ മിമിക്സ് പരേഡ് നടന്നുകൊണ്ടിരിക്കുന്നു. മിമിക്സ് പരേഡ് അവതരിപ്പിക്കുന്നത് രാജീവ് കുമാർ, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ. ചിരിച്ചു മറിയുന്ന പ്രേക്ഷകരുടെ കൂട്ടത്തിൽ മുൻനിരയിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ സിനിമാ നിർമ്മാണ കമ്പനിയായ നവോദയയിലെ അസോസിയേറ്റ് ഡയറക്ടറായ മാത്യു പോൾ ഉണ്ട്. പ്രോഗ്രാമിന് ശേഷം മാത്യു പോൾ ബാക്ക് സ്റ്റേജിലേക്ക് വന്നു. മിമിക്രിയിലൂടെ ആൾക്കാരെ പൊട്ടിച്ചിരിപ്പിച്ച മിമിക്രി കലാകാരൻ TK രാജീവ് കുമാറിനെ പരിചയപ്പെട്ടു. നവോദയയിലേക്ക് ക്ഷണിച്ചു. അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? നവോദയയിൽ നിന്നും രാജീവിനോടുള്ള ആദ്യത്തെ ചോദ്യം അതായിരുന്നു. ഒട്ടും ആലോചിക്കാതെ തന്നെ രാജീവ് മറുപടി പറഞ്ഞു. വളരെ വർഷങ്ങളായി താൻ ആലോചിച്ച് ആഗ്രഹിച്ച് മനസ്സിൽ കുറിച്ചിട്ട ഉത്തരം. അഭിനയിക്കേണ്ട, എന്നെ നിങ്ങളുടെ കൂടെ നിർത്തി സിനിമയുടെ മറ്റു വശങ്ങളൊക്കെ പഠിക്കാൻ അവസരം തരുമോ? ഇത്തരമൊരു മറുപടിയും ചോദ്യവും നവോദയക്കാർ തീരെ പ്രതീക്ഷിച്ചു കാണില്ല. കാരണം മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങുന്നവരുടെയൊക്കെ അന്തിമ ലക്ഷ്യം സിനിമയാണല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം രാജീവിനെ അന്നു മുതൽ അവർ തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിയത്. അങ്ങനെ TK രാജീവ് കുമാർ നവോദയയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് പ്രോജക്റ്റായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന 3 ഡയമെൻഷൻ സിനിമയുടെ തുടക്കം മുതൽ ഈ മാധ്യമത്തെപ്പറ്റി പഠിക്കാൻ തുടങ്ങി.